എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മെയ് 2-ാം തീയതി ഞാനിവിടെ വെസ്റ്റേൺ സ്പ്രിങ്സ് കമ്മ്യൂണിറ്റി സെൻറ്ററിൽ ഒരു ഈവൻറ്റിന് എത്തിയിരിക്കുകയാണ്. കണ്ടക്റ്റഡ് ബൈ ന്യൂസിലൻഡ് ഓക്ലൻഡ് ഹിന്ദു മലയാളി സമാജം. കഴിഞ്ഞ വർഷം ഈ സമാജത്തിലെ 5 മെമ്പേഴ്സ് സൗമിനി വർമ്മ, പ്രിയ അജിത്, ബിന്ദു പിള്ള, ബീന പിള്ള, ശോഭ മന്മഥൻ ഇവർ 5 പേരും കൂടെ ഒരു അയ്യപ്പൻ്റെ വിഗ്രഹം കേരളത്തിൽ നിന്ന് ന്യൂസിലാൻഡിലേക്ക് കൊണ്ടുവന്നു. Sorry. പറ്റിക്കുന്നുണ്ട്.
അവൻ്റെ ഫോട്ടോയാണ്. അവനിഷ്ടപ്പെട്ടു.
ചെവിനെ ആ തിരി എവിടെയാ? ചെവിനെ ഏത് തിരി? ഒരു തിരി കുറവുണ്ട്. ആണോ? ആ ഞാൻ പോയി എടുത്തോണ്ട് നോക്കട്ടെ. ആ തിരി വെച്ചാൽ പോലെ തിരി വെച്ചാൽ പോലെ ഉള്ളിലെല്ലാം എവിടെ തിരി കുറവ്? അതിലേ പറ്റൂ, ഇവിടെ ഇല്ല. എണ്ണ ഉണ്ടോ? എണ്ണ ഉണ്ട്. എല്ലാം ആയോ? ടിഷ്യൂ എവിടെയാ? അത് കിട്ടുന്നു. ഫ്രീ ആയിട്ട് കിട്ടുന്നു. അതൊന്ന് നേരെ വെക്കണം. ചൂടുണ്ട് കേട്ടോ. വിളിക്കണോ? നോക്കൂ ശോഭ, അവർക്ക് ഒരു കുട്ടിക്ക് വേണം. വേണ്ടാന്ന് സംബന്ധിച്ച് വേണ്ടാന്ന് പറഞ്ഞു നിൽക്കണോ അവർ? മാറ്റി വെക്കട്ടെ. ശബരിഗിരീശ അയ്യപ്പ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം ദേവൻ ശരണം ദേവി ശരണം ദേവി ശരണം ദേവൻ ശരണം ഭഗവാനേ ഭഗവതിയേ ഭഗവതിയേ ഭഗവാനേ ഈശ്വരനേ ഈശ്വരിയേ ഈശ്വരിയേ ഈശ്വരനേ സ്വാമി അപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ പന്തള രാജ അയ്യപ്പ എൻ ഗുരുനാഥ അയ്യപ്പ ഏകാന്തവാസ അയ്യപ്പ ശബരിഗിരീശ അയ്യപ്പ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ ദേഹബലം താ പാദബലം താ ദേഹബലം താ പാദബലം താ പാദബലം താ ദേഹബലം താ നാദബലം താ ദേഹബലം താ നാമബലം താ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരുടെ കെട്ട് സ്വാമിയുടെ കെട്ട് ആരുടെ കെട്ട് സ്വാമിയുടെ കെട്ട് സ്വാമിയുടെ കെട്ട് പള്ളിക്കെട്ട് സ്വാമിയുടെ കെട്ട് പള്ളിക്കെട്ട് പള്ളിക്കെട്ട് ആരെ കാണാൻ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും എന്തിവിടയ്യ അയ്യപ്പ എൻ ഗുരുനാഥ അയ്യപ്പ ശബരിഗിരീശ അയ്യപ്പ നെയ്യഭിഷേകം സ്വാമിക്ക് പൂരദീപം സ്വാമിക്ക് കാണിപ്പൊന്നും സ്വാമിക്ക് കാണിപ്പൊൻപണം സ്വാമിക്ക് സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ शत्रुविनाशनम् अस्मैष्टप्रदातारं शास्तारं प्रणमाम्यहम्
സ്വാമിയേ ശരണമയ്യപ്പ. പാണ്ഡ്യേശവംശതിലകം കേരളേ കേളിവിഗ്രഹം ആർദ്രത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ ശരണമയ്യപ്പ. ഭൂതനാഥസദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ സ്വാമിയേ ശരണമയ്യപ്പ. രശ്മി ഉത്രട്ടാതി, സ്വർണ മകം, സുരേഷ് പൂരാടം, രേഖ മൂലം, നിത്യ തിരുവോണം, നിഷാന്ത് മകം, മിലൻ ചതയം, രമ. പൂക്കൾ എല്ലാം ഇവിടെ ഉണ്ട്. എടുക്കാത്തവർ വന്ന് എടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. പ്രസാദവും മേടിച്ചിട്ട് പോകാനുള്ളൂ. കേറ്ററിംഗ് സ്വന്തം അവര് സ്വന്തം ആണോ? അയ്യോ ചേച്ചി അത് എടുക്കില്ലേ വിഷു മിസ് ചെയ്തു. ഒരു ഭയങ്കരമായ സ്ട്രോങ് നമ്മൾ ആക്ച്വലി മിസ് ചെയ്തത് സത്യം. ഉണ്ണിയപ്പം നിങ്ങളുടെയാണോ? അല്ല, എൻ്റെ ഒരു പാൽപ്പായസം, സേമിയ പായസവും ബോളിയും കൊണ്ടുവന്നു. ഓ ഞാൻ നോക്കി വെച്ചേക്കാം. നിങ്ങളുടെ 5 പേരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ആർക്ക് പറയാൻ പറ്റും ചേച്ചി വിഗ്രഹത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ചേച്ചി. ഒരുപാട് പറയൂ, എനിക്കൊന്ന്. എല്ലാവരും ശ്രദ്ധിക്കുക. ഭഗവാനെ ഇപ്പോൾ യോഗമുദ്രയിലേക്കുള്ള ചടങ്ങാണ്. അപ്പോൾ ആ സമയത്ത് ഹരിഹരാസനം പാടാൻ പോകുന്നു. വിശ്വമോഹനം ഹരിഹരീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണം
ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ പ്രളയ സത്യകം പ്രാണനായകം പ്രണവകൽപകം സുപ്രഭാർജിതം പ്രണവമന്ദിരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ തുരഗവാഹനം സുന്ദരാനനം വരദായുധം വേദവന്ദിതം ഗുരുകൃപാകരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ിതം ദേവതാത്മകം ത്രിനയനം പ്രഭും ദിവ്യദേശികം ത്രിദശപൂജിതം ചിന്തിതപ്രദം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ഭവഭയാപഹം ഭാവുകാവഹം ഭുവനമോഹനം ഭൂരിഭൂഷണം ധരണവാഹനം ദിവ്യവാരണം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ കളഭദുസ്മിതം സുന്ദരാനനം കളഭകോമളം ഗാത്രമോഹനം കളഭകേസരീ വാജിവാഹനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശ്രുതജനപ്രിയം ചിന്തിതപ്രദം ശ്രുതിവിഭൂഷണം സാധുജീവനം ശ്രുതിമനോഹരം കീർത്തലാലസം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ
എൻ്റെ കൂടെ സൗമിനി, പ്രിയ, ബീന, ബിന്ദു, ശോഭ ഇവരെല്ലാവരും കൂടെയാണ് അയ്യപ്പൻ്റെ വിഗ്രഹം ന്യൂസിലാൻഡിലേക്ക് കടത്തിക്കൊണ്ടുവന്നത്. കടത്തിക്കൊണ്ടുവന്നത് അതിൻ്റെ കഥ ഇവരുടെ നിന്ന് കേൾക്കാം. ആദ്യം സൗമിനി പറയുക. ഞങ്ങൾക്ക് കുറച്ച് കാലമായിട്ടുള്ളൊരു മോഹമായിരുന്നു ഒരു അയ്യപ്പനെ, അതായത് കേരള തനിമയിൽ കേരളത്തിൻ്റെ താന്ത്രിക രീതിയിലുള്ളൊരു പൂജയൊക്കെ ആയിട്ട് നമുക്കിവിടെ ചെയ്യണമെന്ന് കുറച്ച് കാലമായിട്ടുള്ള മോഹമായിരുന്നു. അതിനുള്ള സമയം സന്ദർഭമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശോഭ പെട്ടെന്ന് ഒരു ഗ്രൂപ്പുകാരുടെ ഒരു അയ്യപ്പൻ്റെ വിഗ്രഹത്തിൻ്റെ ഫോട്ടോ കാണിച്ചു തന്നു. അപ്പോൾ അതിന് അത്രയും കൗതുകമുള്ളൊരു അയ്യപ്പനെ നമ്മളിതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറേ നമ്മളിങ്ങനെ ഫോട്ടോകൾ കാണും, അത് കാണുമൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ കൗതുകം തോന്നിയ ഒരു അയ്യപ്പൻ്റെ വിഗ്രഹം വേറെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ അതിനോട് ഒരു മമത വന്നു, ഒരു ഇഷ്ടം വന്നു. അപ്പോൾ അത് നമുക്ക് എന്നാൽ സോഴ്സ് ചെയ്യാം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റേതായിട്ട് ശോഭ അവരുമായിട്ട് പൊതുവാൾ ആൻഡ് സൺസ് പറഞ്ഞിട്ടുള്ള ഒരു ആൾക്കാരാണ്, കണ്ണൂർ ബേസ്ഡാണ്. അവരാണ് ഉണ്ടാക്കി തന്നത്. പഞ്ചലോഹത്തിൻ്റെ വിഗ്രഹമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു. ഞങ്ങൾ അതിനെ പിന്നാലെ നടന്ന് ഉണ്ടാക്കിച്ച് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഓരോരോ കാര്യങ്ങളും അല്ലേ, വിരലും ഏകദേശം എല്ലാം നമ്മളിങ്ങനെ നോക്കിയാണ് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. ഏകദേശം ഒരു വർഷത്തോളം നമ്മൾ എടുത്തു അല്ലേ അതൊന്ന് ഫൈനലൈസ് ചെയ്ത്. എങ്ങനെ വേണം, നമ്മൾ അവരോട് സംസാരിക്കും, അവർ നമുക്ക് ഓരോന്ന് അയച്ചു തരും. ഇല്ല ഇത് പറ്റില്ല, ഞങ്ങളുടെ മൂക്ക് ശരിയായില്ല, ഞങ്ങൾക്ക് കവിള് ശരിയായില്ല, കാലിങ്ങനെയല്ല, അല്ല കാല് ശരിയല്ല, കാലിൽ നമ്മൾ മറ്റേ എന്താ ചേച്ചി വീരഭദ്രാസനം അല്ലേ, അല്ല യോഗവട്ടാസനത്തിലിരിക്കണ അയ്യപ്പനാണ്. പക്ഷെ അയ്യപ്പന്റെ കാലിങ്ങനെ കൂടി ഇരിക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ അവരതൊക്കെ നോക്കി വൃത്തിയായിട്ട് പറഞ്ഞതെല്ലാം ഒരു പ്രശ്നവും പറയാണ്ട് ഒരു 100 കറക്ഷൻസ് നമ്മൾ ഓരോ സമയത്തും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അവർ ചെയ്ത് നമുക്ക് അവിടെ നിന്ന് തന്നെ വളരെ സേഫായിട്ട് നമുക്ക് കൊറിയർ അയച്ച് ഇവിടെ എത്തി ഞങ്ങളുടെ കൈകളിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ഒരു മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നിട്ടാണ് അത് ഓപ്പൺ ചെയ്തത്. ലിറ്ററലി എല്ലാവരും കരയുമായിരുന്നു ആ സമയത്ത്. ഒരാളുടെ പോലും കണ്ണിൽ ഒരു തുള്ളി കണ്ണീര് വരാണ്ടിരുന്നില്ല. കാരണം അത്രയ്ക്കൊരു എഫേർട്ടിന് മാത്രമല്ല, എന്തോ നമ്മൾക്ക് ഒരു ഉള്ളിൽ ഇങ്ങനെ നമ്മളുടെ കൂടെ ചേർത്ത് നിർത്താനായിട്ട് നമ്മളുടെ ഭഗവാൻ എന്നുള്ള പറയുന്ന ഒരു അത്രയും ചാരിതാർത്ഥ്യമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ഈ തത്വമസി എന്ന പേര് എങ്ങനെ വന്നു? അത് എങ്ങനെ പേര് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് അത് മഹാവാക്യത്തിലൊന്നാണ്. പിന്നെ ചിന്മയാനന്ദൻ ഗുരുദേവ അവിടെ ശബരിമലയിൽ പോയിട്ടുള്ളവർക്ക് കാണാം, അവിടെ തത്വമസി എന്ന് എഴുതി വെച്ചേക്കുന്നത്. അത് ഗുരുദേവനെ ഞാൻ കുറച്ച് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഗുരുദേവാണ് അവിടെ എഴുതി വെച്ചേക്കണേ ശബരിമലയിൽ. അപ്പോൾ ശബരിമലയിലുള്ളൊരു വാക്യം, എൻ്റെ ഗുരുദേവ് പറഞ്ഞൊരു വാക്യം, വേദത്തിലുള്ള ഉപനിഷത്തുകളിലുള്ള ഒരു മഹാവാക്യം. അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് തത്വമസി വെച്ചാൽ നമുക്ക് അതാണല്ലോ ഭഗവാനും നമ്മളും ഒന്ന് എന്നുള്ള ആ ഒരു സങ്കല്പം നമ്മളിലും വരണം, എല്ലാവരിലും വരണം എന്നുള്ള ഒരു തോട്ടിലാണ് ഈ തത്വമസി എന്നുള്ള പേര് വന്നത്. പിന്നെ ഇത് ഈ പൂജ എത്ര ഇൻ്റർവെൽസിൽ നടത്താനാണ് ഉദ്ദേശം? റെഗുലറായിട്ടുണ്ടോ? റെഗുലറായിട്ട് വേണമെന്നുണ്ട്. പക്ഷെ നമ്മൾ തൽക്കാലം ഒരു എന്താ പറയുക, ഒരു ഇയർലി ട്വൈസ് ഇന്റർമീഡിയറ്റ് ആണ്. അപ്പോൾ ഇയർലി ട്വൈസ് ബൈ ആനുവൽ അല്ലേ. ഇത് ഇപ്പം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്, പിന്നെ ഭഗവാൻ എന്താണെന്ന് നിശ്ചയിച്ചാൽ നമുക്കറിയില്ല. ചിലപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി കൂടാം. അപ്പം ഫ്യൂച്ചറിൽ ഇതൊരു അമ്പലത്തിൽ വയ്ക്കാനാണ് ഉദ്ദേശിച്ചത്. ഭഗവാൻ അനുഗ്രഹിച്ചാൽ അങ്ങനെ നടക്കട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് പല മോഹങ്ങളും ഉണ്ടാവും. പക്ഷെ നിസ്സാരന്മാരായ നമ്മൾ മനുഷ്യരെന്ത്, ഞങ്ങൾ അതിനുള്ള എഫേർട്ട് എടുക്കും. ഭഗവാൻ യോഗനിദ്രയിലാണ്, അപ്പോൾ അനക്കാൻ പാടില്ല. ഇനി അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പൂജയ്ക്ക് എടുക്കുന്നവരെ ആ ഭാഗത്തു നിന്ന് അനക്കില്ല, ആ മുറി തുറന്ന് നോക്കില്ല. അങ്ങനെ ഒരു സ്ഥലത്താണ് വയ്ക്കുക. ഭഗവാനൊരു അനക്കം പറ്റാതെ, നിദ്രയിൽ ഭംഗം വരുത്താതെ. ഇനി കൂടുതൽ എന്തെങ്കിലും ആർക്കെങ്കിലും
ആഡ് ചെയ്യാനുണ്ടോ? അടുത്ത പൂജ അല്ലേ? അടുത്ത പൂജ നവംബർ 28 വെന്യൂ തീരുമാനിച്ചിട്ടില്ല. എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ച് ഞങ്ങളുടെ ഫ്രണ്ട്സ് മാത്രമേ തൽക്കാലം അപ്പോൾ അത് കോയിൻസൈഡ് ചെയ്യുന്ന മണ്ഡലകാലത്തിൻ്റെ പൂജയായിട്ട് വച്ചേക്കാം. ശരി, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.